ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്തെ പൂവാറിലാണ്. പൂവാറിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാനാണ് ഈ പ്രഭാത കേരളത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം പൂവാറിൻ്റെ ഒരു ബോട്ട് സവാരി ആയാലോ? അപ്പോൾ നേരെ നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ്, എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് പൂവാർ നിങ്ങൾക്കായി ഒരുക്കിയെന്ന് നോക്കാം. നമുക്ക് നേരെ പൂവാറിലെ ബോട്ടിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പൂവാറിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെയാണ് ആളുകൾ കാണിച്ചു കൊടുക്കാറ് മെയിനായിട്ട്? ഇവിടെ നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ, പിന്നെ ബീച്ച്, അങ്ങനെ നമ്മുടെ മദർ മേരീസ് ബീച്ച്, അങ്ങനെ ഫ്ലോട്ടിംഗ് കോട്ടേജ്, ഇതൊക്കെ കാണുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേട്ടനെ കാണാം. ആ ചേട്ടൻ ഇതാ കുറേ കരിക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോൾ വിശക്കും, അപ്പോൾ നല്ല ദാഹശമനിയായിട്ട് കരിക്കുണ്ട്. ആ കരിക്ക് വിറ്റിട്ടാണ് ഒരു ചേട്ടനാണ് നിൽക്കുന്നത്. പുള്ളി ഒരു ബോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ രാവിലെയാണ് ഇവിടെ വന്നെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഒരു രാത്രിയായ ഒരു അനുഭൂതിയാണ്. നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കോക്കനട്ട് ഐലൻഡ് ഏരിയ എന്നാണ്. നമുക്ക് ചുറ്റും ഒരുപാട് തെങ്ങുകൾ കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ കോക്കനട്ട് ഐലൻഡ് ഏരിയ എന്ന് പേര് വന്നത്. പണ്ട് കാലത്ത് ഈ സ്ഥലത്തിലൂടെയാണ്, ഈ വള്ളത്തിലൂടെയാണ് തേങ്ങ കടത്തി കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സ്ഥലത്തിന് കോക്കനട്ട് ഐലൻഡ് ഏരിയ എന്ന്. അപ്പം മാംഗ്രൂവ് ഫോറസ്റ്റും കടന്ന് നമ്മൾ കോക്കനട്ട് ഐലൻഡ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പൂവാർ ബീച്ചിലേക്കാണ്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആയ സീ ക്യൂനിലാണ്. ഇവിടെ പേര് പോലെ തന്നെ കടലിൻ്റെ രാജ്ഞി ആയിരിക്കും ഒരു പക്ഷേ, കാരണം അത്രമാത്രം ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫുഡാണ് ഇവിടെ കിട്ടുക എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ട് ഞണ്ട്, കരിമീനൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലൈവായിട്ട് നമുക്ക് എന്താണോ കഴിക്കേണ്ടത് അതിൻ്റെ ജീവനോടെ അതിനെ കാണിച്ചു തരും. എന്നിട്ടാണ് അതിന് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ലൈവായിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. സാധാരണ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ആദ്യം അവർക്ക് എന്താണോ ഫുഡ് വേണ്ടത് അത് ഓർഡർ ചെയ്തിട്ട് നേരെ ബീച്ച് കാണാൻ പോകും. അത് എക്സ്പ്ലോർ ചെയ്ത് വന്നതിന് ശേഷമാണ് നല്ല സീ ഫുഡ് ആ വിശപ്പ് അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കും ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം, ഇവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ച് കായലിലേക്ക് തന്നെ പോവാം. സീ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യൽ മെയിനായിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ലൈവായിട്ട് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവർക്ക് വേണ്ടത് ചിലപ്പം ചിലർ മീൻ കഴിക്കും, ചിലർ കൊഞ്ച് കഴിക്കും. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് ഓർഡർ എടുക്കുന്നത്. ഓർഡർ എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ബീച്ചിൽ പോകും, തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കും. പിന്നെ എല്ലാം ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ പൂവാറിലുള്ള ബീച്ചിലേക്കാണ്. ഇവിടെ വന്നപ്പം നമ്മൾ കുറേ ബീച്ചുകളൊക്കെ കണ്ട ആളുകളാണ്. പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി സാധനമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെന്തും നമ്മുടെ മരുഭൂമികളിലൊക്കെ മാത്രം, സിനിമകളിലൊക്കെ മാത്രം കാണുന്ന ഒട്ടക. നമ്മൾ ഒട്ടകത്തിന് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ടും ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്.
പൂവാറിലെ ബോട്ട് യാത്ര ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കണ്ടൽ കാടിനുള്ളിൽ കൂടെയൊക്കെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും ഞങ്ങൾക്കിത് പ്രേക്ഷകരെ കാണിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം ഒരു തവണയെങ്കിലും ഈ തിരുവനന്തപുരത്ത് വരുന്നവർ, പൂവാറിൽ വരുന്നവർ ഇവിടെ വരിക, ഈ കായൽ യാത്ര പ്രത്യേകിച്ചും ബോട്ടിലൂടെയൊക്കെ ഒന്ന് അനുഭവിക്കുക. അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ തർക്കമേ ഇല്ല. എന്തായാലും ഇനി നാളെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചാച്ച, ബൈ ബൈ.